എക്സാം ബ്ലോഗ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബേർഡ് ട്രാപ്പിൻ്റെ വീഡിയോയാണ്. എങ്ങനെ ആ ബേർഡ് ട്രാപ്പ് നിർമ്മിക്കാം എന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ പറഞ്ഞു തരുന്നത്. നമുക്കെന്നാൽ അതിലേക്ക് കടക്കാം. ബേർഡ് ട്രാപ്പ് ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഒരു കാർഡ്ബോർഡ്, പിന്നെ ആ കാർഡ്ബോർഡിൻ്റെ സ്റ്റാൻഡായി വയ്ക്കാൻ ഒരു ചെറിയൊരു കമ്പ്, പിന്നെ ആ കമ്പും കാർഡ്ബോർഡുമായി ബന്ധിപ്പിക്കാൻ ഒരു നൂലും, പിന്നെ ആ കാർഡ്ബോർഡിൻ്റെ വശങ്ങൾ വെട്ടാൻ വേണ്ടി ഒരു കത്രികയുമാണ്. നമ്മൾ ഇതിനായി ആദ്യമേ ഈ നൂലും കമ്പുമായി യോജിപ്പിക്കണം. ഈ നൂലും കമ്പുമായി യോജിപ്പിക്കുമ്പോൾ നല്ല മുറുക്കി വേണം ഇത് കെട്ടാൻ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോകുന്നതാണ്. ഇങ്ങനെ തന്നെ നല്ല രീതിയിൽ ഈ നൂലും കമ്പുമായി യോജിപ്പിക്കണം. അതിനുശേഷം ഈ ബൈൻഡിൽ കത്രിക കൊണ്ട് ഒരു ചെറിയ ദാരം ഉണ്ടാക്കണം. ഇത് എന്തിനാണെന്നാൽ ഈ നൂല് അതിലേക്ക് കയറ്റാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു ദാരം ഉണ്ടാക്കുന്നത്. ശേഷം ഈ നൂലും ആ ദാരവുമായി ഒരുമിച്ച് യോജിപ്പിക്കണം. യോജിപ്പിക്കുമ്പോൾ ഒരു തരത്തിലുള്ള ഇതും മാറാൻ പാടില്ല. ശേഷം ഇത് കെട്ടിമുറുക്കുക. അതിനുശേഷം നോക്കുക, ഇതോടെ നമ്മുടെ ട്രാപ്പ് റെഡി ആയിരിക്കുന്നു. ഇനി ഇതിൻ്റെ ഉപയോഗം കിളികൾ ഇങ്ങനെ വന്ന് ഈ നൂലിൻ്റെ ഇതിൽ തൊടപ്പോൾ തന്നെ ഇങ്ങനെ വരും, ആ പെട്ടി ഒന്ന് അടയുകയും ചെയ്യും. അപ്പോൾ ആ ബേർഡ് ഇതിനുള്ളിൽ ട്രാപ്പായി മാറും. നമ്മൾ തയ്യാറാക്കിയ ഈ ബേർഡ് ട്രാപ്പിൽ പക്ഷികൾ വല്ലതും വീഴുമോ എന്നറിയാൻ വേണ്ടി പക്ഷികൾക്ക് ഇഷ്ടമുള്ള ഒരു ആഹാരമായ ചോറും ഗോതമ്പും കൂടെ മിക്സ് ചെയ്ത ഒരു പദാർത്ഥം നമ്മൾ കുഴച്ച് വെച്ചിട്ടുണ്ട്. അത് ഈ ട്രാപ്പിൻ്റെ ഇങ്ങനെ മധ്യത്തായി വിതറുക, രണ്ട് സൈഡിലായും വിതറുക. അല്ലെങ്കിൽ പക്ഷികൾ ഒരു സൈഡിൽ നിന്ന് മാത്രമേ തിന്നൂ, അപ്പോൾ ഈ ട്രാപ്പ് വിജയിക്കില്ല. ഇങ്ങനെ ഇടുക. ഇത് തിന്നാൻ വേണ്ടി പക്ഷികൾ വരുമ്പോൾ അതിൻ്റെ കാലുകൾ ഇതിൽ തട്ടും. അപ്പോൾ ഈ കമ്പ് താഴുമ്പോൾ തന്നെ ഇതും കാണാൻ അത് ഇതിൻ്റെ അകത്ത് ആയിപ്പോകുന്നതാണ്. അപ്പോൾ ആ പക്ഷികൾക്ക് പിന്നെ രക്ഷപ്പെടാൻ ആവില്ല. ഈ ട്രാപ്പിൽ പക്ഷികൾ വീഴുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഈ സമയത്ത് കിളികളൊന്നും ഇവിടെ എത്താത്തതിനാൽ ഈ ട്രാപ്പിൽ കിളികളൊന്നും അകപ്പെട്ടില്ല. പക്ഷേ ഉറപ്പായിട്ടും ഇത് കിളികളെല്ലാം കൂടുതലുള്ള സ്ഥലത്ത് വച്ചാൽ വളരെയധികം ഉപയോഗപ്രദമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള നമ്മുടെ ചാനലിൽ നിന്നുള്ള വീഡിയോസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് അയക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയുമായി എത്താമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.